ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിനിർണായക നീക്കമാണ് ഇന്നുണ്ടായത്. മുൻ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായിരിക്കുന്നു. ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ ശേഷം പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചതും എല്ലാ സഹായവും നൽകിയതും തന്ത്രിയാണെന്നാണ് SIT കണ്ടെത്തൽ. പോറ്റി നടത്തിയ ഇടപാടുകൾക്ക് തന്ത്രി മൗനാനുവാദം നൽകിയെന്നും അന്വേഷണ സംഘം പറയുന്നു. തന്ത്രിയുടെ വീട്ടിലടക്കം പരിശോധന നടത്തും. ഹരിമോഹനും റോഷിപാലും TV പ്രസാദും സൈകുമാറും ഞങ്ങളെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരി, ഗുരുതരമായ കണ്ടെത്തലുകളാണ് തന്ത്രിക്കെതിരെയുള്ളത്. ഇതിലേറ്റവും പ്രധാനം ഇതിൽ പല ഇടപാടുകൾക്കും മൗനാനുവാദം തന്ത്രി നൽകി എന്നതാണ്. ഇത്തരത്തിലുള്ള SIT കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? എത്ര സമയം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അല്ലെങ്കിൽ നിർണായക നീക്കം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്ക് SIT കടന്നത്. ആ SITയുടെ റഡാറിൽ ഏറെ നാളുകളായി തന്ത്രി ഉണ്ടായിരുന്നു. തന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇതിനോടകം പരിശോധന നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചോദ്യം ചെയ്യലുകളിൽ തന്ത്രിക്കെതിരായിട്ടുള്ള മൊഴികൾ ലഭിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ദേവസ്വം മുൻ പ്രസിഡന്റായിട്ടുള്ള A. പത്മകുമാർ വരെയുള്ള പ്രതികളിൽ നിന്നുള്ള മൊഴികൾ തന്ത്രിക്കെതിരായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ അന്വേഷണം നടത്തി കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു SIT ഉദ്ദേശിച്ചിരുന്നത്. അത് ലഭിച്ചു എന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഇന്നിപ്പോൾ വിളിച്ചു വരുത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലിൽ, അതും ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിയത്. ഏറ്റവും പ്രധാനമായിട്ടും തന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ തന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് തന്ത്രിയാണ് പോറ്റിയെ ആനയിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. 2007 മുതൽക്ക് ഇവർ തമ്മിലുള്ള ബന്ധം, അതും അതീവ ഗാഠമായിട്ടുള്ള ബന്ധം തന്നെ ഇരുവരും തമ്മിലുണ്ടായിരുന്നു. അത് ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ ബന്ധമാണ്. അത് പിന്നീട് ശബരിമലയിലേക്ക് കൂടി കൊണ്ടുവരാനുള്ള കാരണമായി. അവിടെ എത്തിച്ചത് ഒരു സഹായിയായി മാത്രമാണ്. ആദ്യഘട്ടത്തിൽ ഒരു സഹായിയായി മാത്രമാണ് തന്ത്രി ഈ പോറ്റിയെ കൊണ്ടുവരുന്നത്. അവിടെ വെച്ചാണ് പിന്നീട് സ്പോൺസർ ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നത്. സ്പോൺസറായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി മാറ്റുകയായിരുന്നു. പിന്നീട് ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക ശക്തിയായി, ഒരു അവതാരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റിയെടുക്കുന്നതിൽ തന്ത്രി നിർണായകമായ പങ്കുവഹിച്ചു. തന്ത്രിയുമായും താഴ്മൺ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായും പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് SIT പറയുന്നത്. അതിന് കാരണം തന്ത്രി കണ്ഠരര് രാജീവരുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ആ ബന്ധത്തിൽ നിന്നാണ് പിന്നീട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലും ദേവസ്വം ബോർഡ് ഭരണസമിതിയിലും ഒക്കെ നിർണായകമായിട്ടുള്ള സ്വാധീനമായി മാറാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞത്. ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട പത്മകുമാറും വാസുവും അടക്കമുള്ള പ്രധാനപ്പെട്ട കണ്ണികൾ, അവരെയൊക്കെ തന്നെ അടുത്ത രീതിയിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. തന്ത്രിയുമായിട്ടുള്ള ബന്ധം ഒക്കെ തന്നെ ഇതിനുവേണ്ടി ഉപയോഗിച്ചു. പിന്നീടാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസൂത്രണം നടക്കുന്നത്. ആ ആസൂത്രണത്തിൽ ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ സഹായം നൽകി. ഈ സഹായം നൽകുന്നതും ഇങ്ങനെയുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടക്കുന്നതും തന്ത്രിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്ത്രി നിന്നിട്ടുമുണ്ട്. തന്ത്രി പക്ഷേ അതിൽ പ്രത്യക്ഷത്തിലല്ല, മറിച്ച് മൗനാനുവാദം നൽകിക്കൊണ്ട് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഗൂഢാലോചനയിലും പങ്കാളിയായി നിന്നത് കൂടി തന്ത്രിയായിരുന്നു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു പ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ, പ്രത്യേകിച്ച് ആദ്യം കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ദേവസ്വം ബോർഡ് സമിതിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപേക്ഷ നൽകുന്നുണ്ട്. ആ അപേക്ഷയിന്മേൽ പിന്നീടുള്ള തുടർ നീക്കങ്ങൾ നടത്തണമെങ്കിൽ ഈ കേസിൽ അല്ലെങ്കിൽ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുമതി നൽകേണ്ടുന്ന വ്യക്തിയായ തന്ത്രിയാണ്. ആ തന്ത്രിയിൽ നിന്ന് അനുമതി ദേവസ്വം ബോർഡിന് വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ തന്ത്രിയോട് അനുമതി ആവശ്യപ്പെടുകയും തന്ത്രി ആ അനുമതി നൽകുകയും ചെയ്തു. അനുമതി അല്ലെങ്കിൽ അനുജ്ഞ എന്ന് പേരിട്ട് വിളിക്കാവുന്ന താന്ത്രിക വിധി പ്രകാരം ശബരിമലയിലെ എല്ലാ കാര്യങ്ങൾക്കും അവസാന വാക്കായ തന്ത്രിയിൽ നിന്ന് ആ അനുമതി ഒരു കുറിപ്പിന്റെ രൂപത്തിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ലഭിക്കുകയാണ്. അതായത് ചെമ്പ് തെളിഞ്ഞു വന്ന സാഹചര്യത്തിൽ ഈ ഉരുപ്പടി പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി അല്ലെങ്കിൽ സ്വർണം പൂശാൻ വേണ്ടി കഴിയും, അതിന് അനുമതി കൊടുക്കുന്നു എന്നുള്ളതാണ് തന്ത്രി പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ അനുമതിയിന്മേലാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട പത്മകുമാറും മറ്റ് രണ്ടംഗങ്ങളും, ഇതിനോടകം അറസ്റ്റിലായിട്ടുള്ള വിജയകുമാറും പുറത്ത് നിൽക്കുന്ന ശങ്കരദാസും അടക്കമുള്ള ആളുകൾ ദേവസ്വം ബോർഡിന്റെ ഒരു യോഗം ഇതിനുവേണ്ടി മാത്രമായി ചേർന്നുകൊണ്ട് അജണ്ടയിൽ ഇത് ഉൾപ്പെടുത്തി മിനിറ്റ്സിൽ കൃത്രിമമായി അത് രേഖപ്പെടുത്തി സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ അടക്കം ഇതിന്റെ അനുമതി ഭരണസമിതിയുടെ ഭാഗത്തു നിന്നായി കൊടുക്കുകയും ചെയ്തത്. പിന്നീടാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ആ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിൽ നിന്ന് ഈ ഫയൽ നീക്കം തുടങ്ങുന്നതും. ആ ഫയൽ നീക്കമാണ് ഏറ്റവും ഒടുവിൽ പാളികൾ കൊണ്ടുപോകാനുള്ള അനുമതിയായി ദേവസ്വം സെക്രട്ടറി ചെയ്ത് കഴിഞ്ഞ ദിവസം ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള H. ജയശ്രീയെ ചോദ്യം ചെയ്ത സമയത്തൊക്കെ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റായി തന്ത്രി മാറുന്നു എന്നുള്ളത് തന്നെയാണ് SIT പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കും. വിനീത.